നമസ്കാരം. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള അന്തിമ അനുമതിക്കരികെ എത്തിയിരിക്കുകയാണ് സ്റ്റാർലിങ്ക്. ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള നോഡൽ ഏജൻസിയായ ഇൻസ്പേസ് സ്റ്റാർലിങ്കിന് രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനായുള്ള അനുമതി ഉടൻ നൽകിയേക്കും. ബഹിരാകാശ വകുപ്പ് വാർത്താ പ്രക്ഷേപണം, ടെലികോം, ആഭ്യന്തരം, വിദേശകാര്യം, വാണിജ്യം, വ്യവസായം ഉൾപ്പെടെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇൻസ്പേസിന്റെ ഇന്റർ മിനിസ്റ്റീരിയൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്ത യോഗത്തിൽ സ്റ്റാർലിങ്കിന് അനുമതി നൽകുന്ന കാര്യം ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഇതിനകം സ്റ്റാർലിങ്കിന് സേവനം ആരംഭിക്കുന്നതിനുള്ള അനുമതി ടെലികോം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതിന് പിന്നാലെ കമ്പനിയുടെ ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് ടെലികോം വകുപ്പ് മെയ് 7 ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് പുറത്തിറക്കിയിരുന്നു. സുരക്ഷ, തന്ത്രപരമായ വിഷയങ്ങൾ എന്നിവയിലെ ആശങ്കകൾ കമ്പനി പരിഹരിക്കുകയും പ്രധാന ഏജൻസികൾ പരിശോധിക്കുകയും ചെയ്തുവെന്നാണ് ലെറ്റർ ഓഫ് ഇന്റന്റ് അർത്ഥമാക്കുന്നത്. ഇനിയുള്ളത് ഇൻസ്പേസിന്റെ അനുമതിയാണ്. അത് താമസിയാതെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ പേരിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്ന മോദി സർക്കാർ തീരുമാനം രാജ്യസുരക്ഷയ്ക്ക് ഉയർത്തുന്നത് ഗുരുതര വെല്ലുവിളിയാണെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. സ്റ്റാർലിങ്കിന്റെ മാതൃസ്ഥാപനമായ സ്പേസ് എക്സിന് അമേരിക്കൻ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവുമായുള്ള പൊക്കിൽ കൂടി ബന്ധമാണ് വലിയ ആശങ്ക. US സൈന്യത്തിനു വേണ്ടി ചാര ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർ ഷീൽഡ് പദ്ധതിയാണ് 2021 ശേഷം സ്പേസ് എക്സിന്റെ മുഖ്യ വരുമാന സ്രോതസ്. നൂറുകണക്കിന് ചാര ഉപഗ്രഹങ്ങളുടെ ശൃംഖല സൃഷ്ടിച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ അമേരിക്കയുടെ നിരീക്ഷണ വലയത്തിലാക്കുകയാണ് സ്റ്റാർ ഷീൽഡ്. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയാൽ സ്റ്റാർലിങ്ക് വഴി രാജ്യത്തിന്റെയും പൗരന്മാരുടെയും നിർണായക വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസിന്റെയും സൈന്യത്തിന്റെയും കയ്യിലെത്താം. യുക്രൈനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അമേരിക്ക പ്രധാന ആയുധമാക്കിയതും സ്റ്റാർലിങ്കിനെയാണ്. ധാതുസമ്പത്തുമായി ബന്ധപ്പെട്ട നിർണായക കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ യുക്രൈനെ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്നുമായിരുന്നു അമേരിക്കൻ ഭീഷണി. 2022 സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി നൽകിയ ജപ്പാൻ ആകട്ടെ മസ്കിനെയും കമ്പനിയെയും പിടിച്ചുകെട്ടാനുള്ള ശക്തമായ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുള്ള പ്രയത്നത്തിലാണ്. സ്റ്റാർലിങ്ക് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി ആണെന്നാണ് ഡൽഹിയിലെ പൊതുനയ രൂപീകരണ സഹായ കേന്ദ്രമായ കുറ്റ്നീതി ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിച്ചത്. വിദേശ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ ഉപഗ്രഹ സ്പെക്ട്രം കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് ഊർജ്ജ മന്ത്രാലയം മുൻ സെക്രട്ടറി EAS ശർമ്മ ടെലികോം വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സ്റ്റാർലിങ്കിനെ ഇന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും മുൻകൈയെടുത്തു. കർശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി എന്നാണ് ചില ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ സർക്കാർ മൗനം പാലിക്കുകയാണ്. തിങ്കളാഴ്ച പാർലമെന്റ് വീണ്ടും ചേരുമ്പോൾ സ്റ്റാർലിങ്ക് വിഷയവും ഉയരുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു.